ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഇന്ന് കുറച്ച് മോർണിംഗിലെ കാര്യങ്ങൾ ഉച്ചവരെക്കുള്ള കുറച്ച് വിഷ്വൽസ് നമുക്ക് എടുക്കാം. ഡേ മൈ ലൈഫ് അല്ല, ഡേ മൈ ലൈഫ് പറയുമ്പോൾ ഫുള്ളാക്കണ്ടേ. ആ മുടി കുറച്ചിങ്ങനെ താഴ്ത്തിക്കോ ഗൈസ്. ഓളെ മുടി അങ്ങനെയാണ്, അവിടെ ഒരു സ്റ്റാർ പോലെ ഇങ്ങനെ നിൽക്കും. ആ എന്താ സംഭവം? ഓളെ എത്ര ചാളിട്ടാൽ ഓളെ ഷേപ്പ് അങ്ങനെയാണ് മുടിൻ്റെ. ഓക്കെ, അങ്ങനെ അലനൈബക്കിനെ കുളിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. സിനു ഒഴിച്ചലൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ട്രീറ്റ്മെൻറ്റ്. രാവിലത്തെ ഒരു ചായ കുടിച്ച് പോയി, കോഴിമുട്ടി പാലും പഴവും. അപ്പോൾ അത് കഴിഞ്ഞ് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ്. ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഇനി എത്ര ദിവസം ഉണ്ട്? ഇനി ഏകദേശം ഒരു 7-8 ദിവസം മാത്രമേ ഉള്ളൂ പ്രസവരക്ഷ. കാരണം 14 ദിവസം നമ്മൾ വെൽവെയറിൽ നിന്നു. ഇവിടെ ഇന്നൊക്കെ വന്നിട്ട് ഏകദേശം 7-8 ദിവസമായി. ഇനി എത്ര ദിവസം ഉണ്ടാവും? മിനിമം ഒരു 7 ദിവസം കൂടെ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10 ദിവസം നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പം അങ്ങനെ ഉമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 14 ദിവസം നിൽക്കാമെന്നാണ് അല്ലേ? അടുത്ത തിങ്കളാഴ്ച പോവാന്ന് ഉമ്മ പറയുന്നത്. ഓക്കെ, 40 കുളി കഴിഞ്ഞിട്ട് പോവാം. ചൊവ്വ അങ്ങനെയാണെങ്കിൽ അടുത്ത ചൊവ്വയാണ് ആവുക. തിങ്കളാഴ്ച പോവാല്ലേ? ഓ നല്ല ദിവസം. അങ്ങനെ രാവിലത്തെ നമ്മുടെ മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ്. ആ, ശരിക്കും സിനു പോകേണ്ടത് സിനുവിന്റെ വീട്ടിലേക്കാണ്. പക്ഷെ അല്ലേ, അത് കഴിഞ്ഞിട്ട് 90 കഴിഞ്ഞിട്ടല്ലേ വരിക? ആ വീട് അങ്ങനെയല്ല. ആദ്യം അങ്ങോട്ട് പോയിട്ടില്ല, 90 ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെയല്ലടി, നമ്മളിപ്പോ ചക്കരനെ ഇവിടുന്ന് കൊണ്ടുപോയി അലയപ്പോ ഫസ്റ്റത്തേക്ക് അങ്ങനെ അങ്ങനെ ഗൈസ്. എന്തായാലും അങ്ങോട്ട് പോകാൻ അവിടെ ആരും ഉണ്ടാവൂല, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാം. എവിടെയും സ്ഥലമില്ലാതെ എന്റെ ഉമ്മാക്ക് പോവാനൊരു ഇടമില്ലാന്ന് കുട്ടീനെ പറയണ. ആ ജോത് ആ ഷാൾ ഇട്ടോളി. ഞാൻ രാവിലെ നീച്ച് വീഡിയോ എടുക്കുമ്പോൾ ഏറ്റവും വലിയ എൻ്റെ ടാസ്ക് ഇവരെ നല്ല രീതിക്ക് ഡ്രസ്സിങ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിന്റെ പിന്നിന്ന് കേൾക്കുന്നത് ഞാനാവും. മനസ്സിലായില്ലേ? അങ്ങനെയല്ല, കയ്യും കാലും ഒക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അതാണ്. എങ്ങനെയുണ്ട് ദോശയും ചട്നി? അടിപൊളിയല്ലേ? ഒരു ഇന്റർവ്യൂ ഉണ്ട്, അവർ എപ്പോഴും എത്താന്ന് അറിയൂല. എന്താ ഇപ്പൊ ഇന്റർവ്യൂവിൽ പറഞ്ഞ തന്നെയല്ലേ പറയും. ഞാൻ അവരോട് കുറെ പറഞ്ഞേ ഇന്റർവ്യൂ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പറയാനൊന്നും ഒന്നുമില്ല. അപ്പൊ പുതിയ കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ അതിപ്പോ ഞാൻ ഓൾറെഡി ഡെയിലി ഇവിടെ പറയുന്നുണ്ട്. എന്തായാലും ചിലപ്പോൾ ഞാൻ കാണാത്തവരൊക്കെ കാണുന്നുണ്ടാവും. എന്താ ഇപ്പൊ നമ്മുടെ ഇതിന് മാത്രം ഇന്റർവ്യൂ ചെയ്യാൻ? ഞാൻ ഈ ഒരു 2 വർഷത്തിൽ അത്യാവശ്യം ഇന്റർവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇന്റർവ്യൂ കൊടുത്ത് ഈ പറഞ്ഞ എനിക്ക് പലതും തെറ്റി പോവാണ്. അലേഹ വൈ വാട്ട് അല്ല, ഈ എന്റെ ഫുഡ് ഇന്ന് ലേറ്റ് ആയിട്ടാണല്ലോ കഴിക്കണേ. ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുടിക്കാനുള്ളതല്ലേ? ഇതെന്ത് ബ്രേക്ക്ഫാസ്റ്റ്? ഇതെപ്പോ കുടിക്കണ്ട? ഇതെല്ലാം അവര് കൃത്യനിഷ്ഠ അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. പക്ഷെ കുടിക്കുന്ന ആളുകളാണ് ഇവിടൊക്കെ വൈകിട്ടാണ് ചെയ്യുന്നത്. ഇതെന്ത് കഞ്ഞിയാണ്? ഇതെന്താ പായസോ? ഉള്ളിച്ചോറ്, ഉള്ളിക്കഞ്ഞി, ചെറുള്ളിക്കഞ്ഞി, എന്തോ ഒരു കഞ്ഞിയാണ്. ഇവിടുത്തെ സൂപ്പൊക്കെ കുടിക്കുന്നുണ്ടാവും അല്ലേ? ഇതെന്താ കാടേ? അപ്പൊ എന്തായാലും കുശാലായി. ഇന്ന് കാടുണ്ട്, കഞ്ഞിണ്ട്. ഇത് കഴിഞ്ഞാൽ അപ്പൊ ആ കഞ്ഞി കുടിക്കുന്ന ടൈം എപ്പോഴാ? അലേഹ വാ, കുളിപ്പിച്ചു തരാം, ഡ്രസ് മാറ്റി തരാം. ഇന്റർവ്യൂ ഉണ്ട്, നമുക്ക് ഇന്റർവ്യൂ ഉണ്ട്. ആ ഫ്രിഡ്ജിലാണ് അവിടെ ഇന്നലത്തെ ഇതുണ്ടല്ലോ, ചെമ്മീന്. രാത്രി ഇന്നോ കഴിഞ്ഞോ? അപ്പൊ ഉമ്മ ഇപ്പൊ കഴിക്കണുള്ളൂ. ഉമ്മ രാവിലെ അലനൈബക്കിനെ കൊണ്ട് നടക്കായിരുന്നു. കരഞ്ഞിട്ട് കുട്ടി അങ്ങനെ എല്ലാരും കഴിക്കുന്ന സ്ഥിതിക്ക് ഞാനും ഒരു ദോശയും ചട്നി എടുത്തിട്ടുണ്ട്. കാട് കണക്കുള്ളതാ.
പിന്നെ ഇന്നലത്തെ കുറച്ച് ചെമ്മീൻ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഇവൾക്ക് ബീഫ് പറ്റൂല വെച്ചിട്ട് ഞാൻ ഇന്നലെ കുറച്ച് ഉണ്ടാക്കി. ഇവൾക്ക് കുറച്ച് നെയ്ച്ചോറും ചെമ്മീനും കൊടുന്നു കൊടുത്താണ്. അപ്പം അതിൻ്റെ ബാക്കി ഇപ്പം ഇരിക്കുന്നുണ്ട്. ഇപ്പം കഴിക്കാം. അങ്ങനെ മോൻ്റെ അതായത് അമ്മ പോണു അതാ പോണു. അങ്ങനെ മോൻ്റെ കുളി കഴിഞ്ഞ് കൊടുന്നു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ബേനെ കൊണ്ട് വരുന്നേ. കുളി കഴിഞ്ഞോ? എന്നാ എന്ത് മരുന്നടി കൊടുക്കണേ? D3. അപ്പം മക്കളെ ഉറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു സൊല്യൂഷൻ കണ്ടതാണ്. നോക്കിയിട്ട് ഇതേപോലത്തെ ഒരു ക്രാഡിലും ഇത് നമ്മുടെ വിൻഡോ ക്രാഡിലും. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതെല്ലാവർക്കും ഉപകാരപ്പെടും. നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നതാവും. അപ്പോൾ ഞാൻ ആ ലിങ്ക് ഞങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ഒരുപാട് ബെനിഫിറ്റുള്ള 2 പ്രൊഡക്റ്റാണ്. മാമാജോൻ്റെ പ്രൊഡക്റ്റാണ്. അതായത് ഇതുപോലത്തെ വിൻഡോ ക്രാഡിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അതിൻ്റെ യഥാർത്ഥ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കർട്ടൻ ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ അതിന് നടക്കുമ്പോൾ നമ്മുടെ തലേനെ അതിൽ കൊണ്ടുപോയി ഇടിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാവലുണ്ട്. എന്നാൽ ഈ ക്രാഡിൽ തികച്ചും വ്യത്യസ്തമാണ്, അഫോർഡബിളാണ്. അതായത് നമുക്ക് പല ഉപയോഗം ഈ ഒരു സാധനത്തിനുണ്ട്. അതേമാതിരി ഇതൊക്കെ രണ്ടും ട്രാവലിങ്ങിന് പറ്റിയതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതും അവരെ നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ്. നല്ലൊരു തൊട്ടിൽ തുണിയാണ്. ബെഡൊക്കെ ആയിട്ട് ഇത് കണ്ടോ, ഇത് നല്ലൊരു സ്റ്റീലിൻ്റെ ഒരു സാധനം. ഇതൊരു അഡ്ജസ്റ്റബിൾ ആണ്. അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത് നമുക്ക് ഇതാക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതിപ്പോൾ ഇത്രയും ഉള്ളിലോട്ട് പോയി. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ വലിപ്പമുള്ള തല കുട്ടിയുടെ പോയിട്ട് ഇവിടെ ഇടിക്കൂല. ഇത്രയും നീളമുള്ളതുകൊണ്ട് നല്ല അത്യാവശ്യമുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുട്ടീനെ എങ്ങനെ ആക്കാൻ കഴിയും. ഒക്കെ സ്റ്റീലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് നല്ല സ്ട്രോങ് ആണ്. പിന്നെ ആ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ, അതായത് ഈ സാധനം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് മാഗ്നറ്റാണ്. പിന്നെ ഇത് ഇവിടുന്ന് പോരൂല. അതുകൊണ്ട് നമുക്ക് എന്തായി, നമ്മുടെ വീട്ടിലെ കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ക്രാഡിൽ ഇവിടെ ഉള്ളത് വേറെ ആർക്കും അറിയില്ല ഗൈസ്. അതുകൊണ്ട് അത് ഏറ്റവും ഉപകാരമാണ്. പിന്നെ അതുമല്ല, നമ്മുടെ തല മുട്ടുന്ന പ്രശ്നം ഒഴിവാക്കി കിട്ടും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ കേട്ടോ. ഇതും അതുപോലെ തന്നെയാണ്. കുട്ടിക്ക് ആടാനുള്ളൊരു സിംഗിങ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ ഇവിടെ ഒരു സാധനം ഉണ്ട്, അത് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പാക്കായിട്ട് കൊണ്ടുപോയി ചെയ്യാം. അപ്പോൾ ഇതിൽ അലേഹയും ഇതിൽ അലനുമാണ്. ഇന്ന് ഇൻ്റർവ്യൂ ആണ്. അലേഹ എന്താ പറയുക? അലേഹ ഒരു പാട്ട് പാടും കേട്ടോ. ലേഹാൻ്റെ പാട്. ഇജ്ജ് ഇൻ്റർവ്യൂ വന്നപ്പോൾ ഇജ്ജ് കടന്നു പറഞ്ഞ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അലനൈബൊക്കെ നോക്കിയേക്ക് നല്ല ഉറക്കാണ്. ഉറങ്ങിക്കോട്ടെ. നിങ്ങളൊക്കെ നീച്ച് കഴിഞ്ഞാൽ ഇന്നലെ എനിക്കറിയാം നിങ്ങളെ രണ്ടാളെയും കൊണ്ട് ഞാൻ വീഡിയോ ഇട്ട പാട്. ഇന്നെന്താ പറയുക? പ്ലാൻ ചെയ്തോ എന്നും പറയുന്ന മാതിരി പറയണ്ട. എന്തെങ്കിലും വെറൈറ്റിയിൽ പറഞ്ഞോ. ഡിപ്രഷൻ ഒഴിവാക്കാം. പിന്നെ അടുത്ത കുട്ടി വേഗമായി എന്നുള്ളത് ഒഴിവാക്കാം. പിന്നെ എന്നും ഡിപ്രഷൻ. ഇതെന്താ ഇപ്പം നമുക്ക് മാത്രമല്ല, ആൾക്കാരെന്നെ മാനസിക രോഗി എന്ന് വിളിക്കും. അത് ഒഴിവാക്കാം. എന്നിട്ട് ഇപ്പം അനുഭവിക്കണ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതായത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. നമ്മളിതുവരെ വ്ളോഗിൽ പറയാത്ത കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ പറയാം. എന്തെങ്കിലുമൊക്കെ പറയുന്നേ. ലൊക്കേഷൻ സെറ്റായി കൊണ്ട് സീമനോട് വരുന്ന കഞ്ഞിയൊക്കെ മലയൊക്കെ കോരി കൊടുക്കണ്. ഉമ്മ നന്നാവണില്ല, അവിടെ മോളെങ്കിലും നന്നാവട്ടെ എന്ന് പറയുന്നുണ്ട്. ഉള്ളിക്കഞ്ഞിയും സൂപ്പും ഒക്കെ അലേഹം കഴിക്കുന്നത്. ഇന്റർവ്യൂ എടുക്കാൻ വന്നൊരു കൊടുങ്ങും. തൽക്കാലം ബ്ലോഗ് എടുത്തോളി. എല്ലാം ഇപ്പൊ ക്യാമറ പോവും മൊത്തത്തിൽ പോവും. അങ്ങനെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു. നല്ല വിശപ്പ്. ഇനി ചോറ് ഞാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കുകയാണ്. നമുക്കിപ്പോൾ ചോറ് ഇപ്പം എത്തും അല്ലേ? നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരട്ടമ്മ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കരയൂല, നിങ്ങൾ ഉറപ്പ് പറയുമോ? വീഡിയോ കാണിച്ചു തരൂ. അത് കണ്ടിട്ട് നിങ്ങൾ കരയാൻ പാടില്ല. അഗ്രിമെന്റ് ഉണ്ടാവോ? എന്തായാലും നിങ്ങൾ കരയും. ഉച്ചക്കലെ ചോറ് എത്തിയിട്ടുണ്ട്. നല്ല ചോറ്. പിന്നെ ഇതെന്ത് കറിയാണ്? കൈപ്പങ്ങ, പിന്നെ മീൻ പൊരിച്ചത്, പിന്നെ നല്ല ക്യാരറ്റ് തോരനും. അപ്പം ഉമ്മ ആദ്യം കഴിക്കണം. കരച്ചിൽ വരുമോ? അത് ആരെടുത്ത് കയ്യിൽ ആരൊക്കെ നോക്കി?
കയ്യിലാരൊക്കെയുള്ളു? അലേഹ, ലെന, അലാൻ അല്ലേ? അത് പുതിയ ആപ്പല്ലേ? ഇതിലെന്തുകൊണ്ട് ഇനി സൗഫിയുടെ മക്കളെ ആഡ് ചെയ്തില്ലാന്നുള്ള ചോദ്യങ്ങൾ വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമ്മൾ ഒരിക്കലും ചെയ്യിപ്പിച്ചതല്ല കേട്ടോ. ഒരാളിത് ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വിട്ടെന്നാണ്. അപ്പോൾ ഞാൻ ഓരോട് തന്നെ ചോദിച്ചു, ഇത് മാത്രമല്ല വേറെ 2 മക്കളുണ്ട്, നിങ്ങളെന്താ അവരെ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാറില്ല? ഏതായാലും ചെയ്തതല്ല. അപ്പോൾ പറഞ്ഞു അവരെ ഫോട്ടോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, അപ്പം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എന്നോടൊന്നും പറയണ്ട, ഞാൻ ഫോട്ടോ അയച്ചു തരുമല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു അവരോട്. ആ അപ്പം ഞാൻ ഓല് ഫോട്ടോ അയച്ചെടുത്തിട്ട് ഓലൊന്ന് ചെയ്തു തരും ഇൻഷാല്ലാ. അപ്പം ഞാനപ്പോൾ വീഡിയോ അതിലും കാണിക്കട്ടെ. ഇതേതായാലും ഇപ്പം ഞങ്ങൾക്കൊന്ന് കാണിക്കാം. അല്ലാതെ ഓരോ ഒരിക്കലും മാറ്റി നിർത്തിയെടുക്കല്ല. ഞങ്ങളിത് ഒരിക്കലും അറിഞ്ഞിട്ടില്ല, ഇത് ചെയ്യിപ്പിച്ചതുമല്ല. ഓരോ ഇതേപോലത്തെ ഒരുപാട് ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും കിട്ടിയപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു മാത്രം കേട്ടോ. ഓക്കെ, അങ്ങനെ ഫുഡ് കഴിക്കുക. ഫോട്ടോ ഒക്കെ ഒന്ന് തന്നെ ഓലത് കൂട്ടി ഒഴിപ്പിച്ചൊരു വീഡിയോ ഫോട്ടോ ഞാൻ ആ ഒരു വീഡിയോ സൈഡിൽ ഇങ്ങനെ കൊടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിക്കലായിരുന്നു. 2 മക്കളും ഉറങ്ങുകയാണ്. ഫുഡ് കഴിക്കൽ കൊടുക്കുകയാണ്. ഇൻ്റർവ്യൂ കഴിഞ്ഞു. 2 മക്കളും ഇതാ ഉറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കുകയാണ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇന്നത്തെ വിശേഷങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ.